ഹലോ ഗൈസ്, ഇതാണ് കരമ്പുഴ റൈഡ് സോൺ. ഇവിടെ ഇതൊരു പാർക്കാണ്. സ്ഥലം വയനാടാണ്. ഇവിടെ ഞാനും എൻ്റെ അനിയും കൂടെ നടന്നു പോവായിരുന്നു. കൂടെ എൻ്റെ അമ്മച്ചി, അപ്പച്ചനും, അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു ഗൈസ്. സൈഡൊരു വലിയ പനമരവും കുറേ മരങ്ങളും ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ അപ്പുറത്ത് സ്റ്റെയർ ഉണ്ട്. ഇതാണ് സ്റ്റെയർ. പിന്നെ ഇതിൽ പനമരം ഇവിടെ 5-6 ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇതിൻ്റെ മണ്ട കണ്ടിട്ട് പനയാണോ തെങ്ങാണെന്ന് തിരിച്ചറിയാൻ പറ്റണ്ട. ഇത് കുറേ കോഴിപ്പൂവ് താഴെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മണ്ടയിൽ നിൽക്കണ ഏത് പൂവെന്ന് അറിഞ്ഞുകൂടിയായിരുന്നു ഗൈസ്. എൻ്റെ അനിയനാണോ പച്ച ഉടുപ്പിട്ട് നിൽക്കുന്നത്. എൻ്റെ മണ്ടയിൽ എന്ത് പൂവാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ ഇതാണൊരു വലിയ സ്ഥലമാണ്. ഇത് സൈഡ് ജമന്തി പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ട്രാംപോളിൻ പാർക്ക് അപ്പുറത്ത് കണ്ടത്. ഇതിൽ ജമന്തി പൂവ് കുറേ ഉണ്ടായിരുന്നു ഗൈസ്. ഇതാണ് ട്രാംപോളിൻ പാർക്ക്. ഇത് കുറേ ഡാലി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഡാലിയാണ് ഗൈസ്. ഫുള്ള് ഡാലിയായിരുന്നു ഗൈസ്. ജമന്തി പൂവും കുറേ ഉണ്ടായിരുന്നു. ആ സ്ലൈഡിൽ എൻ്റെ അനിയനും ഞാനും കയറി. ആ മണ്ടയിൽ വീട് പോലെയുള്ളത്. പിന്നെ ഇവിടെ കുറേ ഡാലി ഉണ്ടായിരുന്നു. ഇവിടെ ഓറഞ്ച്, മഞ്ഞ, പിന്നെ ഇഷ്ടം പോലെ. പിന്നെ ഇത് ഫുള്ള് ജമന്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡാലിയെക്കാട്ടിലും കുറച്ചും കൂടെ ജമന്തി ഉണ്ടെന്ന്. അതാണ്. ഇതൊക്കെയാ പുല്ലുകളുണ്ടായിരുന്നു ഗൈസ്. കണ്ട അപ്പുറത്തെ വെള്ള കളറിൽ അതാണ് VR സോൺ. അതായത് നമുക്ക് എല്ലാം വിർച്വൽ റിയാലിറ്റി ആയിട്ട് കാണാൻ പറ്റും. ഇല്ല, ശരിക്കുള്ളതുപോലെ. പിന്നെ ഇതാണ് കുറേ ജമന്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊക്കെ ഇഷ്ടംപോലെ ജമന്തി ഉണ്ടായിരുന്നു ഗൈസ്. കുറേ ഉണ്ടായിരുന്നു ഗൈസ്. ഇതേതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇത് കണ്ടപ്പോൾ തന്നെ പേടിയായിരുന്നു ഗൈസ്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഇതെൻ്റെ അനിയനാണ് ഗൈസ് പറയുന്നത്. അവൻ ഒരു പേടിയും കാണും. പക്ഷേ കയറുമ്പം കിടന്ന് വിളിക്കുമെന്നേ ഉള്ളൂ ഗൈസ്. ഇതൊരു ടിക്കറ്റ് 250 രൂപയായിരുന്നു ഗൈസ്. ഇത് കണ്ടപ്പം തന്നെ പേടി തോന്നുന്നു. അതുകൊണ്ടാണ് കയറാത്തത്. അതിങ്ങനെ കയറി തന്നെ. ഇത് ഇവിടെ മറ്റൊരു ആൽമരത്തിൻ്റെ സൈഡ്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. സ്കൂട്ടറും പിന്നെ മണ്ടയിലൊരു വലിയ ബൈക്കും വച്ച് ഇങ്ങനെ അങ്ങോട്ടും ട്രെയിനിൽ അങ്ങോട്ട് കറങ്ങി പോകണ പോലെയാണ് ഗൈസ്. മണ്ടയിലൊരു വലിയ സ്പോർട്സ് ബൈക്ക് വെച്ചിട്ടുണ്ട്. അതാന്തോ കവാസാക്കി ആയിരിക്കും. കവാസാക്കി നെഞ്ചാഹിച്ചിട്ടുവാർ. പിന്നെ ഇതിൽ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് സ്ലൈഡ്, ഫെറിസ് വീൽ ഇല്ലായിരുന്നു ഗൈസ്. ഫെറിസ് വീൽ, അതായത് ജെയിൻ്റ് വീൽ. ഇതെൻ്റെ അനിയനാണ് ഗൈസ് ചിറകി ഇറങ്ങുന്നത്. ഇതാണ് നേരത്തെ കണ്ട നമ്മൾ കറങ്ങണ സാധനം. ഇതാണ്. അതായത് നമുക്ക് മണ്ടയിലുള്ള എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. എൻ്റെ അമ്മയും അമ്മച്ചിയും പോലും ഇതിനകത്ത് കയറില്ല. ഇത്ര സ്റ്റെപ്പുള്ളതുകൊണ്ട് ഇത് കുറേ കയറാണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ദൂരം നിന്നൊക്കെ നോക്കിയാൽ നമുക്കിത് തൊട്ടടുത്ത് ഇരിക്കുമ്പോഴേ തോന്നും. ഇതെങ്ങനെയെന്തോ അല്ലേ ഇവരൊക്കെ ഇതുണ്ടാക്കുന്നത്. സൈഡിൽ ജനലുണ്ട്. അതുകൊണ്ടകത്ത് വെട്ടം കയറണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പേടിച്ചു തന്നെ. ഇതിൻ്റെ അകത്ത് അവർക്ക് വേണമെങ്കിൽ ഒരു പ്രേരത്തിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്യാമായിരുന്നു ഹൊറർ മൂവിയിലേക്ക്. അങ്ങനെ ഫ്രണ്ടിരിക്കുന്ന എൻ്റെ പപ്പയും അപ്പച്ചനാണ് ഗൈസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രണ്ട് സ്പോർട്സ് ബൈക്കുള്ള റൈഡ്. താഴെ ഫുള്ള് ജമന്തിയാണ് ഗൈസ്. അതാണ് ജെയിൻ സിംഗ്. പിന്നെ ഇനിയിപ്പോൾ ആരെ കയറണമെന്ന് പറഞ്ഞു. അവരെ പിന്നെ കാണിച്ചു തരാം ഗൈസ്. ഇത് കുറേ മരം ഉണ്ടായിരുന്നു ഗൈസ്. മരം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഗൈസ്. ഇഷ്ടം പോലെ മരമൊക്കെ സൈഡ് നോക്കിയാൽ ഫുള്ള് മരമാണ്. അപ്പുറത്ത് വിൽമേർ എന്തറിൻ്റെ കടയുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ജെയിൻ്റ് വീൽ. ഇതിപ്പം 3 പേര് കയറും. അവിടെ ആരോ കയറി. ഇപ്പോഴേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് 300 രൂപയായിരുന്നു ഗൈസ് ഇതിൻ്റെ ടിക്കറ്റ്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതിന് 250 രൂപ. ഇത് കാണുമ്പം തന്നെ പേടിയാവണം ഗൈസ്. ഇവരൊക്കെ എങ്ങനെയാണെന്തോ ഇതിൽ പിടിച്ച് നിൽക്കണം. ഇതാണ് വലിയ സാധനം. ഇവിടെ ഇടയ്ക്ക് പൈനൊക്കെ മരമുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ പേരാർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കിതിൻ്റെ പേരറിഞ്ഞൂടാ. ഇതാണ് ജെയിൻ സിംഗ്. ഇതിനെപ്പറ്റി എപ്പോഴും എനിക്ക് അഭിപ്രായമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജെയിൻ സിംഗ്. സൈഡ് ചെസ് ബോർഡിൻ്റെ തീമിൽ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പുല്ല് കാണിച്ചില്ല. ഒരു പിങ്കും
ഒരു ഗ്രീനും സൈഡ്. താണ്ട് കുറേ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് ഗൈസ്. കുറേ സൈഡ് കുറേ പർപ്പിളും ഗ്രീനും കളറുള്ള കുറേ ചെടികൾ താഴെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണെന്തോ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ എങ്ങനെയാണെന്തോ ഈ ചെടികളും പുല്ലൊക്കെ വരുന്നത്. ഇതാണ് ജെയിൻ സിംഗ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 പേര്. ഇതിൻ്റെ പകരം ഞാനായിരുന്നെങ്കിൽ എപ്പോഴേ കരഞ്ഞു തന്നെ. നിങ്ങൾക്ക് കാണുമ്പോൾ 2 പേരാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞുണ്ട്. അത് 9-8 വയസ്സുള്ള. നമ്മൾ കാരണം കണ്ടതാണ്. വീഡിയോയിൽ എടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇതേ വേഗത്തിലാണ് ഞാൻ പോയെന്നെങ്കിൽ ഇപ്പം കരഞ്ഞേ തന്നെ. ഇവരെ വിളി അങ്ങ് കേൾക്കായിരുന്നു ഗൈസ്. സൈഡ് ഇതിന് നിൽക്കില്ലെന്നാണ് തോന്നണത് ഗൈസ്. ഇപ്പോഴാണ് തോന്നി നിൽക്കണം ഗൈസ്. ഇതിൽ ഈ മഞ്ഞ ടീഷർട്ട് ഇട്ട് ആരാന്തോ ഗൈസ്. എനിക്ക് കയറൊക്കെ വലിച്ച് താഴെ ഇടുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നണ ഒരു ഗൈഡായിരിക്കും. അതായത് ഇവരെ സഹായിക്കണം. ഇത് കയറാനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് കയറണ അതേ സ്ഥലമാണ് ഗൈസ്. ഇത് ഞാനും എൻ്റെ അനിയൻ ഇരിക്കുന്നതാണ് ഗൈസ്. എൻ്റെ അനിയൻ്റെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത്. അവൻ്റെ കയ്യിൽ നെവർ ഗീവ് അപ്പ്, എൻ്റെ കയ്യിലും ആകാശിലെ ഞറൂട്ട് ഒരുമിച്ച് പടമുള്ള ഉടുപ്പാണ് ഗൈസ്. ഇത് ഏത് ചെടിയാണെന്ന് ആർക്കും പറഞ്ഞൂടെ ഗൈസ്. നേരത്തെ കണ്ട ചെടി ഏതാണെന്നൊന്ന് പറയണേ ഗൈസ്. കമൻ്റ് ഇട്ടാലും മതി. ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരും. ഈ വീഡിയോ